everyone, welcome back. This is Mohammad Shaju, SJ ആണ്. നമ്മളന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെറ്റർ ടു ദ എഡിറ്റർ എന്ന് പറയുന്ന ഏരിയ ആണ്. ഡിസ്കോഴ്സിൽ നമുക്കറിയാം എഡിറ്ററിന് ഒരു ലെറ്റർ എഴുതാനുണ്ടാവും അല്ലെ. നമുക്ക് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതൊരു ഫോർമൽ ലെറ്റർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് അഡ്രസ് എഴുതേണ്ടത്, നമ്മുടെ ഫ്രം അഡ്രസ് എഴുതുന്നു, അതുപോലെ ഡേറ്റ് എഴുതുന്നു. താഴെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ടു അഡ്രസ് എഴുതുക. താഴെ സബ്ജക്ട് എഴുതാം, അല്ലെങ്കിൽ സല്യൂട്ടേഷൻ എഴുതിയതിനു ശേഷം സബ്ജക്ട് എഴുതാം, ഏത് രീതിയിൽ എഴുതാം. ശേഷം നമ്മൾ ഡീറ്റെയിൽസിലേക്ക് വരുന്നു. ഇതിനകത്ത് ഉപയോഗിക്കേണ്ട കുറച്ച് കോമൺ എക്സ്പ്രഷൻസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചില കോമൺ എക്സ്പ്രഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എക്സ്പ്രസ് മൈ കൺസേൺ അബൌട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എക്സ്പ്രസ് മൈ കൺസേൺ അബൌട്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഹൈ ടൈം വി റിയലൈസ് ദ സീരിയസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ, അങ്ങനെയും പറയാം. ഈ സെന്റൻസ് ഒക്കെ ഉപയോഗിക്കാം. ഏതാണ്? ഇറ്റ് ഈസ് ഹൈ ടൈം വി റിയലൈസ് ദ സീരിയസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ. ഇനി നെക്സ്റ്റ്, ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ്, ഇത് പറയാം. അതുപോലെ ഇറ്റ് ഈസ് ഡേഞ്ചറസ് എന്ന സെന്റൻസ് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ അവർ, ഇറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ അവർ എന്ന് മീൻസ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സമയത്ത്. ഓക്കെ, നെക്സ്റ്റ്, സ്റ്റേൺ സ്റ്റെപ്സ് ഷുഡ് ബി ടേക്കൺ ടു അഡ്രസ് ദ ഇഷ്യൂ. Stern steps should be taken to address this issue. ഈ സെന്റൻസ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ I would urge the authorities to look into the matter seriously. ഈ കാര്യത്തെ വളരെ ഗൗരവമായിട്ട് കാണാൻ ഞാൻ അതോറിറ്റീസിനോട് ആവശ്യപ്പെടുന്നു. Kindly publish this through the appropriate columns of your esteem daily. ഇത് തന്നെ പഠിച്ചു വെക്കുക. ഈ ഫസ്റ്റത്തെയും ലാസ്റ്റ് സെന്റൻസ് എങ്കിലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. കാരണം ഇത് നിർബന്ധമായിട്ടും നമ്മുടെ എഡിറ്ററിനുള്ള ലെറ്ററിൽ ഉണ്ടാവണം. ബാക്കിയുള്ള എക്സ്പ്രഷൻസിലേക്ക് നിങ്ങൾ കാര്യം ചോദ്യത്തിലെ ബാക്കി അങ്ങോട്ടേക്ക് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, ഇത് കോമൺ എക്സ്പ്രഷൻസ്. ഇത് പഠിച്ചു വെക്കുന്നത് വളരെ നല്ല ഒരു എളുപ്പ മാർഗമാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഗാന്ധി ഡ്രീംഡ് ഓഫ് an India where there is no rich poor divide. An India in which there is no high class and low class of people. An India in which all communities shall live in a perfect harmony. Do you think India upholds all the ideals envisaged by the father of our nation? Write a letter to the editor of a popular daily, bringing out your concern. നമ്മുടെ ഈ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ദെൻ ഗാന്ധി കെയിം എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇതിൽ എഡിറ്റർ തന്നെയാണ് കത്തയക്കാനുള്ളത്. ആദ്യം ഫ്രം അഡ്രസ് എഴുതുന്നു, ഡേറ്റ് എഴുതുന്നു, ടു എഴുതുമ്പോൾ ദ എഡിറ്റർ എന്ന് എഴുതാൻ മറക്കരുത്. ദ എഡിറ്റർ, ദ ഹിന്ദു എന്നോ ടൈംസ് ഓഫ് ഇന്ത്യ എന്നോ താഴെ നമ്മൾ എന്താണ് സർ എന്ന് എഴുതി. ശേഷമാണ് ഞാൻ സബ്ജക്ട് എഴുതിയിട്ടുള്ളത്. മേലെ എഴുതാം, താഴെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സബ്ജക്ട് എഴുതി റിക്വസ്റ്റ് ടു അപ്ഹോൾഡ് ദ ഗാന്ധിയൻ ഐഡിയൽസ് റിഗാർഡിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടായ സബ്ജക്ട് അല്ലെ. ഗാന്ധിജിയുടെ എന്താ പറയാ പ്രിൻസിപ്പിൾസ് ഒക്കെ ഇന്ന് നമ്മൾ അപ്ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു പരിശോധന, ഇതാണ് ടോപ്പിക്. ആ സബ്ജക്ട് എഴുതി ശേഷം I am writing this letter to express my concern about, കണ്ടോ തുടക്കം കണ്ടില്ലേ, ആ സെന്റൻസ് തന്നെ നമുക്ക് എഴുതാം. I am writing this letter to express my concern about the increasing gap between the rich and poor in India these days. Okay, India as well as we all know is a democratic country that is secular in nature. Recent studies reveal that the gap between the rich and poor is on the increase, and the number of people below poverty line is also increasing. It is high time we realize the seriousness of the situation. I strongly believe that the authorities concerned should bring suitable policies to uplift the poor. The poor should be given free education and job opportunities. Free medical and health insurances should be provided to the BPL families. I would urge the authorities to look into the matter seriously. Kindly publish this through the appropriate columns of your esteem daily. അതും ലാസ്റ്റ് ഞാൻ പറഞ്ഞു പഠിച്ചു വെക്കാൻ, അതും അങ്ങനെ തന്നെ എഴുതാം. ഏത് ലെറ്റർ ആണെങ്കിലും അങ്ങനെ എഴുതാം. താഴെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, സിഗ്നേച്ചർ, പേര്, ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ബോക്സിലാക്കാണെങ്കിൽ ആക്കാതിരിക്കാം, ഒന്നും വിഷയമല്ല. അപ്പൊ നമുക്ക് ഗാന്ധിയുടെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഒന്നും നമ്മൾ കാര്യമൊന്നുമില്ല, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടാക്കി വെക്കുക, ഈ ഫോമാറ്റ് പഠിച്ചു വെക്കുക, കോമൺ എക്സ്പ്രഷൻസ് മറക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ ആ മാർക്ക് നമ്മുടെ കയ്യിലുണ്ടാവും. ഓക്കെ, താങ്ക് യു.